ഒരു കാരണവശാലും ഒരു നമ്മുടെ ശത്രു രാജ്യമായി മാറിയിരിക്കുന്ന ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് പല പ്രാവശ്യം അത് പ്രൂവ് ചെയ്താണ്. അവർ വീരവാദങ്ങളൊക്കെ അടിക്കുക, അങ്ങനെ ചെയ്യുക. പക്ഷെ നമുക്ക് അവർ ഒന്നും ചെയ്യാൻ ഒക്കില്ല. കാര്യം നമ്മുടെ ഇസ്രായേലും മറ്റ് രാജ്യങ്ങളും ഒക്കെ വളരെ, അമേരിക്ക ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ടെററിസ്റ്റിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് പവർ ആർമിക്ക് കൊടുത്തിരിക്കുകയാണ്. യു ഡു wherever the situations needed, you don't wait for anybody. Catch them all, catch these people. അവരെ പിടിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ഊർജ്ജമായിട്ടുള്ള ഈ സെർച്ച്. വളരെ ഓഫീസേഴ്സൊക്കെ വളരെ ഡെഡിക്കേറ്റായിട്ട് ജവാന്മാരെയൊക്കെ ഡീറ്റെയിൽ ചെയ്ത് വളരെ വളരെ, അതായത് ഒരു ലൂപ്പ് ഹോൾ, അതായത് സീറോ മിസ്റ്റേക്ക്, എവിടെയും ഒരു പ്രശ്നം, എവിടെയും ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല ഇവരെയൊക്കെ. നമസ്കാരം സാർ. കഴിഞ്ഞ 33 വർഷം രാജ്യസേവനം ചെയ്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ഒരു തീവ്രവാദി അക്രമം, പഹൽഗാം അക്രമത്തിനെതിരെ രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങയുടെ ഈ സേവനം വെച്ച് നമ്മുടെ രാജ്യത്ത് ജനങ്ങളോട് അങ്ങയുടെ ഒരു വിശ്വാസം അർപ്പിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അത് ഈ 33 വർഷത്തെ സർവീസിനകത്ത് 6 വർഷം ഞാൻ ജമ്മു കാശ്മീരിൽ ജോലി ചെയ്യാനിടയായി. അത് കൂടുതലും ശ്രീനഗറിൽ, ലഡാക്ക് ആ സൈഡിലായിരുന്നു. അവിടെയൊക്കെ അന്നും ഈ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് നമ്മളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വിത്ത് എസ്കോർട്ട് ആണ് നമ്മുടെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ്സ് പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെയും അവിടെ ഇങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റവും അവരുടെ പ്രവർത്തനങ്ങളും ദേശത്തിന് വിരോധമായി അവരെന്താ ചെയ്തുകൊണ്ടേയിരുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അത് വളരെ കൃത്യമായി അത് തരണം ചെയ്ത് നല്ല രീതിയിൽ വരികയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. എന്നാൽ അത് വീണ്ടും തടകുടഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കുകയാണ് നമ്മുടെ ദേശത്തിൻ്റെ അഭിമാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. അങ്ങനെ വന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ, അതായത് വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ, പിക്നിക്കിന് വന്നവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം എന്തുകൊണ്ടാണ് അവർ ഈ പിക്നിക്കിന് വന്ന നമ്മുടെ ദേശത്ത് നിന്ന് വന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് അവരെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി നോമിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, പട്ടാളക്കാർ എല്ലാം വളരെ വളരെ വിജിലൻ്റായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമേ ഈ ടെററിസ്റ്റിന് ഒന്നും ചെയ്യാൻ ഒക്കാത്ത ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. ടെററിസ്റ്റിന് ഒന്നും ചെയ്യാൻ ഒക്കാത്ത അവസ്ഥയായിരുന്നു പട്ടാളക്കാരോട് കൂടെ. അവരുടെ മൂവ്മെൻറ്റ്സ് എവിടെയാണോ ഈ സംഭവം ഇപ്പോൾ നടന്നത്, അവിടെ പൂർണ്ണമായിട്ടും ഒരു മിലിറ്ററി ലുക്കൗട്ട് ഇല്ലായിരുന്നു. കാര്യം സിവിൽ ഗവൺമെൻറ് ആണല്ലോ, സിവിൽ പോലീസിൻ്റെ സംരക്ഷണത്തിലായിരുന്നത്. അത് സന്ദർഭം അവരത് പ്രയോജനപ്പെടുത്തി നമ്മളിൽ ഈ ദേശത്തെ, നമ്മുടെ നാട്ടിലെ, അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെ 28 പേരെ ജീവൻ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ, അതും സ്വന്തം ഭാര്യയുടെ മുന്നിലും സ്വന്തം മക്കളുടെ മുമ്പിൽ നിന്ന് അവരെ ബ്ലാങ്ക് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വേണ്ടുന്ന നടപടി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു കാരണവശാലും നമ്മുടെ ശത്രു രാജ്യമായി മാറിയിരിക്കുന്ന ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് പല പ്രാവശ്യം അത് പ്രൂവ് ചെയ്താണ്. അവർ വീരവാദങ്ങളൊക്കെ അടിക്കുക, അങ്ങനെ ചെയ്യുക. പക്ഷെ നമുക്ക് അവർ ഒന്നും ചെയ്യാൻ ഒക്കില്ല. കാര്യം നമ്മുടെ ഇസ്രായേലും മറ്റ് രാജ്യങ്ങളും ഒക്കെ വളരെ, അമേരിക്ക ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ടെററിസ്റ്റിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പട്ടാളക്കാർ ഇതിനകത്ത് വെച്ച് 2 പേരെ വെടിവെച്ച് കൊന്നു. അവരുടെ 2 ടെററിസ്റ്റിനെ വെടിവെച്ച് കൊന്നു. പിന്നീട് അവരുടെ വീടുകളിലൊക്കെ സെർച്ച് നടത്തുകയാണ്.
കാര്യം ഞാനവിടെ ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് അവിടെ ഒരു ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ റോഡ് ലേഔട്ട് ചെയ്താണ് ഞങ്ങൾ, റോഡിൽ കൂടെ വയർ ലേഔട്ട് ചെയ്താണ് ഞങ്ങൾ അന്ന് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. അത് വളരെ ഒരു ദുർഘടമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് ഇതിലും വളരെ, പിന്നെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പറയാനില്ല. അത് തീർച്ചയായിട്ടും ഒരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥലത്തിൽ കൂടെയാണ് അത് കയറി മുന്നോട്ട് ഈ ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോയത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സ്വിറ്റ്സർലൻഡ് മാതിരിയുള്ള ഒരു സെറ്റപ്പ്, ഒരു കാലാവസ്ഥയ്ക്കായാലും മറ്റ് പൈൻ മരത്തിൻ്റെയൊക്കെ ആ ഒരു തിങ്ങിക്കൂടിയ ഒരു സെറ്റപ്പ് അത് തീർച്ചയായിട്ടും ഒരു കാണുന്നത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കാണുന്നതിനും ചുറ്റി സഞ്ചരിക്കുന്നതിനുള്ള സന്ദർഭമുണ്ടായി. പക്ഷേ അവിടെയൊക്കെ ഉള്ള കാശ്മീരികളെന്ന് പറഞ്ഞാൽ അവിടെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മിലിറ്ററിക്കാർ മാത്രമേ ഉള്ളായിരുന്നു. അന്നൊക്കെ ഒരു മനസ്സിൽ ആ പ്രദേശങ്ങളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലൊരു ഒരു അതായത് ഇവർ ഒളിഞ്ഞിരുന്ന് നമ്മളെയൊക്കെ തകർക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്മൾ വളരെ ഇൻറ്റൻസീവ് സെർച്ച് ചെയ്തിട്ട് മാത്രമാണ് മുന്നോട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവകൃപയാൽ ഞാൻ പോയിരുന്നിട്ടുള്ള ഈ സ്ഥലത്ത് ഞാൻ ടെററിസ്റ്റ് എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കണ്ടില്ല. പക്ഷേ ബാക്ക് ഡോറിൽ നിന്നും ഇതുപോലെ പേപ്പേഴ്സിനകത്ത് കൂടെയൊക്കെ ഇന്ന സ്ഥലത്ത് നടന്നു എന്നൊക്കെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നടന്നു എന്ന് നമ്മൾക്ക് കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സാധിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ എതിർത്ത് വരുന്നതായിട്ടുള്ള ശത്രുരാജ്യം എതിർപ്പുണ്ടാക്കാൻ തീർച്ചയായിട്ടും അവർ എതിർപ്പുണ്ടാക്കും, അതിൽ സംശയമില്ല. എന്നാൽ നമ്മുടെ ജനങ്ങൾ അതിനെ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കാര്യം അത്രമാത്രം സുശക്തമായ ഒരു ഭരണമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്. അതായത് കംപ്ലീറ്റ് പവർ ആർമിക്ക് കൊടുത്തിരിക്കുകയാണ്. യു ഡു വെറെവർ ദ സിറ്റുവേഷൻസ് നീഡഡ്, യു ഡോണ്ട് വെയിറ്റ് ഫോർ എനിബഡി, catch them all, catch these people, അവരെ പിടിക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ഊർജ്ജമായിട്ടുള്ള ഈ സെർച്ച്. വളരെ ഓഫീസേഴ്സൊക്കെ വളരെ ഡെഡിക്കേറ്റായിട്ട് ജവാന്മാരെയൊക്കെ ഡീറ്റെയിൽ ചെയ്ത് വളരെ വളരെ അതായത് ഒരു ലൂപ്പ് ഹോൾ, അതായത് സീറോ മിസ്റ്റേക്ക്, എവിടെയും ഒരു പ്രശ്നം, എവിടെയും ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. ഇവരെയൊക്കെ എവിടെയാണോ അവർ നുഴഞ്ഞു കയറിയത്, എവിടെ നിന്നാണോ ആ വഴിയിൽ ഇവരെ തെരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യുക. അത് തന്നെയാണ് ഇപ്പോഴത്തെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ന്യൂസൊക്കെ കേൾക്കുന്നത്. അങ്ങ് പഹൽഗാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ മനസ്സിൽ തട്ടുന്ന ഇപ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതായത് ഈ സ്ഥലങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഈ സിവിലിയൻസ്, അവിടെ ഉള്ള സിവിലിയൻസ് നമ്മെക്കുറിച്ച് അവർ അന്നും പറഞ്ഞിരുന്നത് ഹിന്ദുസ്ഥാനിയാകുക എന്നാണ്. അല്ലാതെ അങ്ങനെ ഒരു ഒരു വെറുത്ത മനസ്സോടു കൂടിയാണ് അവർ നമ്മളെയൊക്കെ കണ്ടിരുന്നത്, പട്ടാളക്കാരെയൊക്കെ. ഈ മിലിറ്ററി വരുമ്പോഴാണോ നമ്മൾ ഈ വരുന്നവരെയാണോ ഈ പറയുന്നത്? നമ്മുടെ യൂണിഫോം ഇട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് പറഞ്ഞ് ഹിന്ദുസ്ഥാനിയാകുക എന്ന് വെച്ചാൽ ഇന്ത്യക്കാരല്ല, ഹിന്ദുസ്ഥാനിയാണ് നമ്മൾ, അവരുടെ പാകിസ്ഥാനികളല്ല, നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ഡെഫിനിഷൻ അവർ പറയുന്ന ഹിന്ദുസ്ഥാനിയാകുക. കാശ്മീരി പഹൽഗാം സ്വദേശികളായിട്ടുള്ളവർ മിലിറ്ററി ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ പറയുന്നത് ഹിന്ദുസ്ഥാനി എന്നാണ് അവർ അന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ. അതെ, ഹിന്ദുസ്ഥാനി ആണ് അവർ. ഒരു സിഗ്രിഗേഷൻ, അവരുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു മെമ്പർ എന്നുള്ള രീതിയിലല്ല അവർ കാണുന്നത്. അവർ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയിലാണ് നമ്മുടെ ആൾക്കാരെ കുറിച്ച് പറയുന്നത്, അവർ സംസാരിക്കുന്നത്. മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടോ? ശ്രീനഗറിൽ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് ഉറി സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു മിലിറ്ററി കൺവായ് 100 വണ്ടികൾ ഇങ്ങനെ കംപ്ലീറ്റ് സോൾജേഴ്സിനെ കയറ്റിക്കൊണ്ട് സ്റ്റോറും കയറ്റിക്കൊണ്ട് അവർ പുതിയ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
അങ്ങനെ ജേലം നദി ക്രോസ് ചെയ്തപ്പോൾ എവിടെ നിന്നോ ഒരു വെടിയൊച്ച കേട്ടു, ദുരിതാന്നും പറഞ്ഞിട്ട്. ഉടനെ നമ്മുടെ എന്താ പറയുന്നത്, ഈ ഇൻ്റലിജൻ്റ് ഏജൻസീസ് അതിന് കൂടെ ഉണ്ടായിരുന്നവർ ഇറങ്ങി, പോലീസ് ഇവരൊക്കെ, മിലിറ്ററി പോലീസ് ഇവരൊക്കെ ഇറങ്ങി അവിടെ സെർച്ച് നടത്തി. അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെയൊക്കെ പിടിച്ച് വെളിക്ക് കൊണ്ടുവന്ന് എല്ലാത്തിനെയും ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് കുറേ 4-5 പേരെ അവർ പിടിച്ചുകൊണ്ട് പോയി. അത് ഇവരൊക്കെ ഇതിനകത്ത് അനുകൂലികളാണ്. എങ്ങനെയെങ്കിലും അന്നേ, അതായത് ഇത് പിന്നെ 92-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 92-ൽ അന്ന് അതായത് ഇവർ ഭയങ്കര ശത്രുതയാണ് അവരുടെ മനസ്സിലിരിക്കുന്നത് ഇന്ത്യക്കാരെക്കുറിച്ച്. അത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അവർ നടത്തിക്കൊണ്ടേയിരിക്കും. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ആൾക്കാർ യൂണിഫോം ഇട്ടും അല്ലാതെയൊക്കെ. അന്നവിടെ വന്ന് ഈ ടാങ്ക് നടത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്ത്. ടാങ്ക് എന്ന് വെച്ചാൽ കുതിരവണ്ടിയിൽ വന്ന ഒരു വ്യക്തിയാണ് ഈ തോക്കെടുത്ത് ഇതിൽ ഫയർ ചെയ്തെന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നീട് അത് ശാന്തമാകാനായിട്ട് പിന്നെ കംപ്ലീറ്റ് മിലിറ്ററി ടേക്ക് ഓവർ ചെയ്ത ആ ഏരിയ, എല്ലാ മൂവ്മെൻറ്റ്സും കൺട്രോളിലാക്കി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കാണാൻ സാധിച്ചു. അതിനകത്ത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ സമയത്ത് അവിടെ ഉണ്ടായ. കാര്യം ഈ ഫയർ വരുന്ന എവിടെ നിന്നാണെന്ന് ചെറിയ വീടുകളാണ്. ആ വീടുകളുടെ ഇടയ്ക്ക് നിന്ന് എവിടെ നിന്നാണ് ഫയറിങ് വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. കാര്യം എല്ലാം ഇതിനിടയ്ക്കൊക്കെ അങ്ങ് തിമിർത്ത് മരം കൊണ്ടുണ്ടാക്കി, തടി കൊണ്ടുണ്ടാക്കിയ വീടുകൾ ആണ് ഈ ഏരിയയിൽ, ബാരാമുള്ളയുടെ. പാകിസ്ഥാനിൽ ഇരുന്ന് പല തീവ്രവാദികൾ പോലെ പലരും വെല്ലുവിളികൾ നടത്തുന്നുണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിൽ രക്തമൊഴുകുന്നു. ഇത്തരം വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൂടി ഇവിടെ ജനങ്ങൾ അറിയുകയാണ്. ഇതിന് നമ്മുടെ ജനങ്ങൾ എന്തെങ്കിലും ഭയപ്പാടേണ്ട കാര്യമുണ്ടോ? വളരെ, അതായത് പാകിസ്ഥാൻ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോളിഷ് റെസ്പോൺസ്. രക്തം ഒഴുകുക എന്ന് പറഞ്ഞാൽ അത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നമ്മുടെ ഭരണ അധികാരികൾ വളരെ ചിട്ടയായിട്ട് തന്നെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് നമ്മുടെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ ആ ഏരിയയിൽ സർവീസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. നമ്മുടെ ജവാൻസ്, അതായത് മിലിറ്ററിയുടെ ഈ ആസാം റൈഫിൾസ്, ഇങ്ങനെയുള്ള ചില പർട്ടിക്കുലർ ബറ്റാലിയൻസ്, ഇതിനൊക്കെ ഭയങ്കര നല്ല ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ള അവരാണ്. അവർക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാം. പക്ഷേ രക്തം ഒഴുക്കാനൊന്നും പോകുന്നില്ല. ഒരു കാരണവശാലും എന്തുകൊണ്ട് നമ്മൾ നിർഭയരായി ഇരിക്കുക, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. താങ്ക് യു.